അതിന് പറ്റിയ കുറേ പെമ്പിള്ളേരും ഉണ്ട്. ലൈനടിയാ. ചില ടീച്ചർമാരുണ്ട് നേരത്തേക്ക് ഇങ്ങനെയായിരുന്നു, ഇപ്പം മാറ്റം ഉണ്ടെന്ന് പറയുക. 9E എങ്ങാനും ഒരു ടീച്ചറിന് പുതുതായിട്ട് ഡ്യൂട്ടി കിട്ടി, പുതിയ ടീച്ചറിനെ ആയിരിക്കുക. അതെ, എനിക്ക് 9E ചുമതല കിട്ടിയേക്കുന്നത്. ആ പിള്ളേർ എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നു ടീച്ചറേ, ഇത്രയും തലതെറിച്ച പിള്ളേർ ഇവിടെ ഇല്ല. അവിടെ കുറേ ചെറുക്കന്മാരുണ്ട്, പുറകെ ഇരിപ്പുണ്ട്, പഠിക്കാൻ വേണ്ടി വരുന്ന അല്ല, അതിന് പറ്റിയ കുറേ പെമ്പിള്ളേരും ഉണ്ട്. ലൈനടിയാ. വാരി കൊടുക്കുക, ഫുഡൊക്കെ വാരി കൊടുക്കുക. നമ്മൾ കണ്ണു പറ്റി അപ്പ പ്രേമ, മൊത്തം പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഈ ടീച്ചർ പോകുന്നതെങ്കിൽ ഈ ടീച്ചർ ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നത് എങ്ങനെയായിരിക്കും? ഇന്ന് മുതൽ ഇതിൻ്റെ ക്ലാസ് ടീച്ചർ ഞാനാണ്. ഇവിടെ ചില പ്രശ്നക്കാരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ പുറകോട്ടൊരു നോട്ട. അവർക്ക് പറ്റിയ ചില കൂട്ടുകാരികളും ഇങ്ങോട്ടൊരു. നിങ്ങളുടെ ഒരു ഉടായ്പും എൻ്റെ അടുക്കൽ നടക്കില്ല. നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി. അപ്പം പിള്ളേർ മനസ്സിൽ പറയും, എന്നാൽ ഈ ടീച്ചർക്കിട്ടൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. റാപ്പോ പോയി. പിന്നെ നമ്മൾ എന്ത് കണ്ടന്റ് കൊണ്ടുവന്നാലും അവർ കയ്യിൽ നിന്ന് പോയി, അവർ ക്ലാസ്സിൽ നിന്ന് അകന്നു. ഇനി അത് നേരെ ഒന്ന് തിരിച്ചാക്കി നോക്കിക്കേ. ടീച്ചറെ, എനിക്ക് 9E ഡ്യൂട്ടിയാണേ. ആ ക്ലാസ്സിലെ പിള്ളേർ നന്മയെന്ന് പറയാമോ ടീച്ചറെ? പിള്ളേർ പഠിക്കാൻ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ നല്ല സ്നേഹമുള്ള പിള്ളേരാണ്. ഇവിടെ എന്ത് കോകരിക്കുലർ ആക്ടിവിറ്റീസ് വെച്ചാലും മുമ്പിലാവുമാരാണ്. ആ പെൺപിള്ളേർ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എടുക്കാനാണ്. കഴിഞ്ഞ തവണ ഒരു കൊച്ചിന് വീട് വെച്ച് കൊടുത്തില്ലേ, ആ ക്ലാസ്സുകാരെ മുമ്പിൽ നിന്ന്. കഴിഞ്ഞ ദിവസം ടീച്ചറിന് മേലെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അവിടുത്തെ പിള്ളേരെ. ഇങ്ങനെ ബഹളങ്കാരായ പിള്ളേരെ കുറിച്ച് കുറേ നന്മയുള്ള പ്രവർത്തികൾ കേൾക്കാനുണ്ട്. എസോണം നേരെ ക്ലാസ് റൂമിൽ ചെല്ലുന്നു. അതെ, എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ക്ലാസ്സിൻ്റെ ടീച്ചറായാലേ. ഇവിടെയുള്ള പിള്ളേർ ഹൃദയമുള്ളവരാണെന്ന് എനിക്കറിയാം. ഇതാ കഴിഞ്ഞ വർഷം ആ കൊച്ചിന് വീട് വെച്ച് കൊടുത്തപ്പോൾ നിങ്ങളാണ് മുന്നിൽ നിന്നല്ലേ? ആരൊക്കെയാണ് ആ മുമ്പിൽ നിന്നെന്ന് പ്രവർത്തിച്ചെന്ന് എഴുന്നേറ്റ് തന്നെ കാണട്ടെ. ഓരോരുത്തർ പയ്യെ എഴുന്നേറ്റ് നിൽക്കും. അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അവരുടെ ഒപ്പം നിൽക്കുന്ന പെൺപിള്ളേരുമാണല്ലേ, ഒന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ കഴിഞ്ഞ തവണ ഫുഡ് കൊടുക്കാൻ എന്തൊക്കെ പരിപാടി നിങ്ങൾ ചെയ്ത് പറഞ്ഞേ കേൾക്കട്ടെ. പറയുമ്പോൾ സാറേ ഇവന് ഫുട്ബോളിൽ ഫസ്റ്റ് ഉണ്ട് സാറേ, ഇവൻ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് കളിക്കും സാറേ, അവൾ ഡാൻസറാ സാറേ, കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരും. ഞാൻ പറഞ്ഞു, ഞാൻ ഭയങ്കര അഭിമാനിക്കുക നിങ്ങളുടെ ടീച്ചറായാലേ. അതെ, നമ്മുടെ അല്പം പുറകെ നിൽക്കുന്നത് പഠിത്തത്തിലാണ്. നമുക്കൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ കൊല്ലം ഇതിനോടൊപ്പം മറുപടി എന്തായിരിക്കും? ദേ ഞങ്ങളുടെ ടീച്ചർ, ഞങ്ങളെ മനസ്സിലാക്കുന്ന ടീച്ചർ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒന്നിച്ച് നിന്നാലോ? ഇവിടെ ഇനി നിങ്ങളോടൊപ്പം ആ പിള്ളേരുണ്ടാകും. സ്വർണ്ണം